വണ്ടി ഈക്കോയാണ്. വണ്ടി കംപ്ലൈൻറ്റ് ചെയ്താൽ വണ്ടി റേസ് ആവില്ലെന്നാണ് കംപ്ലൈൻറ്റ്. കസ്റ്റമർ ഇതിനു മുമ്പ് ഒരു പമ്പൊക്കെ മാറി, പമ്പ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട്, പക്ഷേ വണ്ടി ഇപ്പോഴും റേസ് ആവുന്നില്ലാണ് കംപ്ലൈൻറ്റ് വന്നേക്കുന്നത്. സ്റ്റാർട്ടിങ് ഒക്കെ ആയിരിക്കും, പക്ഷേ ആക്സിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റേസ് ആവില്ല. സ്ലോ സ്പീഡിൽ വണ്ടി പക്കയായിരിക്കും, പക്ഷേ ആക്സിഡൻറ്റ് കൊടുത്താൽ റെസ്പോണ്ട് ചെയ്യില്ല. ഇപ്പോഴും റിട്ടേൺ പ്രശ്നമില്ലാത്തതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ടാങ്ക് ഒന്നുകൂടെ അഴിച്ചു നോക്കേണ്ടതായിട്ട് വരും. കസ്റ്റമർ ഇപ്പോൾ ഓൾറെഡി ഒരു പമ്പ് മാറിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ പമ്പല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മാറിയ സാധനം ഞങ്ങൾ മേടിച്ച് ചെക്ക് ചെയ്തതാണ്. ഇത് ഓറഞ്ചൊക്കെ ഇടാത്തായിട്ട് കാണിക്കുന്നുണ്ട്. അതിന് ടാങ്ക് അഴിച്ച് നോക്കണം ഇനി എന്തായാലും. ഞാൻ ടാങ്ക് അഴിച്ചിട്ട് ബാക്കി വീഡിയോ ചെയ്യാം. വണ്ടി ഒട്ടും റേസ് ആവത്തേ ഇല്ല. റേസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. ഇതിന് കോഡ് കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും ടാഗ് അയച്ച് നോക്കട്ടെ, എന്നിട്ട് ബാക്കി വീഡിയോ ചെയ്യാം. ശരി. ഇതിൻ്റെ കംപ്ലൈൻറ്റ് 4 ഇഞ്ചക്ടറാണ് കേട്ടോ. ഇഞ്ചക്ടർ കറക്റ്റായിട്ട് സ്പ്രേ ആവില്ല. നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ നോക്കിയതാണ്, പക്ഷേ എന്നിട്ടും റെഡി ആവില്ല കേട്ടോ. 4 ഇഞ്ചക്ടർ ഇപ്പോൾ മാറിയേക്കുവാണേ. 4 ഇഞ്ചക്ടർ മാറിയപ്പോൾ വണ്ടി പക്കയായിട്ട് റേസ് ആവുന്നുണ്ട്, യാതൊരു പ്രോബ്ലവും ഇല്ല കേട്ടോ. അപ്പം ഇഞ്ചക്ടറും റെയിലും ചെക്ക് ചെയ്യണം. ഈ വാൽവിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിലും വരാം. പിന്നെ നമ്മൾ റെയിലാണ് മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ. കംപ്ലൈൻറ്റ് ഈ വാൽവാണ് കേട്ടോ. ഈ ഒരു വാൽവാണ് കംപ്ലൈൻറ്റ്.